Oh, through the defense he goes. No much bounce in that ball. This man, the big wicket also for. ഇന്ന് മുതൽ നമ്മൾ കേരളത്തിലെ ക്രിയേറ്റേഴ്സ് എല്ലാം കൂടെ ചേർന്നുണ്ടാക്കിയ ക്രിയേറ്റേഴ്സ് സ്ക്വാഡ് എന്ന് പറഞ്ഞ ടീം ഒരു ക്രിക്കറ്റ് ലീഗിൽ പങ്കുചേരുവാണ്. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ക്രിക്കറ്റ് ലീഗ് കളിക്കുന്നത്. അതും നല്ല ഓപ്പോസിറ്റ് ടീംസ് ഉണ്ട്. ഇവിടെ പ്രൊഫഷണലി കളിക്കുന്ന കുറേ പ്ലേയേഴ്സ് ഉൾപ്പെടുന്ന ടീമുകളുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ക്രിക്കറ്റിനോട് പാഷനാണല്ലോ കൂടുതലുള്ളത്. നമ്മൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ പോവാണ്. മാത്രമല്ല എൻ്റെ കാര്യത്തിനകത്ത് ഞാൻ ഈ ക്രിക്കറ്റ് ബോൾ ഈ അടുത്ത് കളിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ മോസ്റ്റ്ലി എനിക്ക് ഔട്ട് സ്വിങ്ങേഴ്സ് വരുന്നതുകൊണ്ട് ഞാൻ ന്യൂ ബോളാണ് എറിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് ന്യൂ ബോളിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ സെമി ന്യൂയിലേക്കും ഓൾഡ് മീൻസ് കുറച്ച് ഓൾഡ് ആയി കഴിഞ്ഞ് അറിയാൻ നോക്കുന്നു. ഒരു 10-15 റണ്ണ് താഴെ ഞങ്ങൾ തോറ്റുപോയെങ്കിലും ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് ആദ്യത്തെ ടൂർണമെൻറ്റ് കളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എൻ്റെ ബോളിംഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ ഇന്ന് 24 ബോൾ എറിഞ്ഞതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 70% മേലെ ഞാൻ ഗുഡ് ലെങ്തിൽ ബോൾ എറിയാൻ എനിക്ക് പറ്റി. മാത്രമല്ല ഞാൻ ന്യൂ ബോൾ മാറ്റി ഓൾഡ് ബോൾ എറിഞ്ഞപ്പോഴത്തേന് അത്രയും നന്നായിട്ട് എനിക്ക് അറിയാൻ പറ്റി. നല്ല ബാറ്റ്സ്മാൻമാരാണ് ഓപ്പോസിറ്റ് കളിച്ചുകൊണ്ടിരുന്നത്. ഇത് ഈ ഷോട്ടിൻ്റെ ഒരു ബോൾ മുന്നിൽ കയറിയപ്പം ജിഷ്ണു ബ്രോ അടിച്ച ഷോട്ടാണ് കേട്ടോ ഇത്. പിന്നെന്താ ഭയങ്കര സന്തോഷം ഇന്നത്തെ കളിയിൽ കുറച്ച് ബൗൺസേഴ്സൊക്കെ എറിയാൻ പറ്റി. ബാറ്റിങ്ങിൽ ആക്ച്വലി എനിക്ക് അവസാനമൊന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം അത്രയ്ക്ക് ഹിറ്റിംഗ് എൻ്റെ കയ്യിലില്ല, അതാണ് സംഭവിച്ചത്. പക്ഷേ സായൊക്കെ നല്ല തുടക്കം തന്നു, അർജുൻ നന്നായിട്ട് കളിച്ചു, അജയ് നന്നായിട്ട് കളിച്ചു, എല്ലാവരും അടിപൊളിയായിട്ട് ഇന്ന് ക്രിക്കറ്റ് സ്ക്വാഡിനെ നമുക്ക് വേണ്ടി കളിച്ചു. ഇനിയിപ്പം ഞാനെടുത്തൊരു ക്യാച്ച് കൂടെ കാണിച്ചു തരാം. ആ ക്യാച്ചിലൂടെ ഇന്ന് അവസാനിക്കുന്നു. നാളെ വീണ്ടും കളിയുണ്ട് കേട്ടോ. അപ്പോൾ നാളെ കാണാം.